ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. റമദാൻ മുബാറക്. ഇതൊക്കെ എല്ലാവരുടെയും വിശേഷം. നാട്ടിൽ ഇന്നലെ റമദാൻ സ്റ്റാർട്ട് ചെയ്തത്. നമുക്ക് സൗദി അറേബ്യയിൽ ഇന്നലെ സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് റമദാൻ 2 ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി റമദാൻ. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇത് ഇൻ്റർനാഷണൽ ഇന്ത്യൻ പബ്ലിക് സ്കൂൾ വേക്കൻസിയാണ്. ഇന്ത്യൻ എംബസി സ്കൂളല്ല, പബ്ലിക് സ്കൂളിലേക്ക് ടീച്ചേഴ്സ് മറ്റെല്ലാ വേക്കൻസീസും ഉണ്ട്. മെയിൽ ആൻഡ് ഫീമെയിൽ ടീച്ചേഴ്സിന് അപ്ലൈ ചെയ്യാം. മെയിൽ ആൻഡ് ഫീമെയിലിന് സെപ്പറേറ്റ് അവർ എഴുതിയിട്ടുണ്ട്. ഇനി എങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ മുമ്പ് ഞാൻ സബ്ജക്റ്റും കാര്യമൊക്കെ പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഐഡിയ കിട്ടുമല്ലോ. ഫസ്റ്റ് +1 +2 സീനിയർ സെക്കൻഡറി സ്കൂളിലേക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ഫിസിക്കൽ എഡ്യൂക്കേഷൻ PE ടീച്ചറാണ് വേണ്ടത്. അവർ ചോദിക്കുന്നത് പോസ്റ്റ് ഗ്രാജുവേറ്റ് PG വേണം, B.Ed വേണം. B.Edഉം PGയാണ് അവർ ചോദിക്കുന്നത്. ഡിസൈറബിൾ ആണ്. എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഓക്കെ എന്ന് പറയുന്നുണ്ട്. 2 വർഷത്തെ എക്സ്പീരിയൻസ് ഏതെങ്കിലും സ്കൂളിൽ നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് B.Ed ഇല്ല, എക്സ്പീരിയൻസും PG ഉണ്ടെങ്കിലും നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് നോക്ക്. ചിലപ്പോൾ നിങ്ങളെ കൺസിഡർ ചെയ്യും. ഓക്കെ. ഇനി അടുത്തത് ക്ലാസ് 9 and 10 സെക്കൻഡറി ഗ്രേഡിലേക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് AI ടീച്ചറാണ് വേണ്ടത്. അപ്പോൾ അതിലേക്ക് അവർ ചോദിക്കുന്നത് IT അല്ലെങ്കിൽ ഏതെങ്കിലും BCA കമ്പ്യൂട്ടറിൽ ഏതെങ്കിലും ഒരു ഡിഗ്രിയാണ് ചോദിക്കുന്നത്. അതല്ലെങ്കിൽ PG DCA അല്ലെങ്കിൽ ഒരു A ലെവൽ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. അതിന് B.Edഉം കാര്യമൊന്നും അവർ ചോദിക്കുന്നില്ല. അതുപോലെ എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് അവർ പ്രിഫർ ചെയ്യുന്നത്. എക്സ്പീരിയൻസ് മസ്റ്റ് അല്ല, ഉണ്ടെങ്കിൽ നല്ലത് എന്നുള്ളതേ അവർ പറയുന്നുള്ളൂ. ഓക്കെ. ഇനി അടുത്തത് മിഡിൽ സ്കൂൾ ടീച്ചേഴ്സ്, അതായത് ക്ലാസ് 6 മുതൽ ക്ലാസ് 8 വരെ, 3ാമത്തെ കാറ്റഗറി. അതിലേക്ക് അവർ നോക്കുന്നത് ഇംഗ്ലീഷ്, കന്നഡ, തെലുങ്കു, പിന്നെ കമ്പ്യൂട്ടർ സയൻസിന് 3 ലാംഗ്വേജ് ടീച്ചേഴ്സിനാണ് വേണ്ടത്. ഇംഗ്ലീഷ്, കന്നഡ, തെലുങ്കു. പിന്നെ വേണ്ടത് കമ്പ്യൂട്ടർ ടീച്ചർ, PE ടീച്ചറെയാണ് വേണ്ടത്. ഇതിലേക്ക് ചോദിക്കുന്നത് ഡിഗ്രിയാണ്, PG വേണ്ട. ഡിഗ്രിയും കൂടെ B.Edഉം ഉള്ളവർക്ക് ആണ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. എക്സ്പീരിയൻസ് 2 വർഷം ഉണ്ടെങ്കിൽ പ്രിഫറബിൾ ആണ്. ഇവിടെ ഞാൻ പറയാണ്, നിങ്ങൾ B.Ed ഇല്ല എന്ന് വിചാരിച്ചിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കാതിരിക്കേണ്ട. നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കൂ. അടുത്തത് ലോവർ ഗ്രേഡ് പ്രൈമറി ഗ്രേഡിലേക്ക് ക്ലാസ് 4th കാറ്റഗറി 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് 1 to 5th ഗ്രേഡ് ബ്ലോക്കിലേക്ക് അവർ ചോദിക്കുന്നത് മാത്ത് ടീച്ചർ വേണം, ഇംഗ്ലീഷ് ടീച്ചർ, ഹോം റൂം ടീച്ചർ. ഹോം റൂം ടീച്ചർ എന്താണെന്നറിയാത്ത ചിലരൊക്കെ എന്നോട് ചോദിച്ചിരുന്നു. ഹോം റൂം ടീച്ചർ എന്ന് പറഞ്ഞാൽ 1ാം ക്ലാസ് മുതൽ 3ാം ക്ലാസ് 1 to 3 ഗ്രേഡിൽ അവരുടെ ഫുൾ സബ്ജക്റ്റ് എടുക്കുന്ന ടീച്ചർ. അതിൽ നിന്ന് അറബിക് അല്ലാത്ത എല്ലാ സബ്ജക്റ്റ്, അറബിക്, തെലുങ്ക് അങ്ങനത്തെ ലാംഗ്വേജ് അല്ലാത്ത എല്ലാ സബ്ജക്റ്റും ആ ടീച്ചറായിരിക്കും എടുക്കുന്നത്. അതാണ് ഹോം റൂം ടീച്ചർ. ഓക്കെ. പിന്നെ ഹിന്ദി ടീച്ചർ വേണം, ഉറുദു, അറബിക്ക്. അതായത് ലാംഗ്വേജ് ആയിട്ട് വരുന്നത് ഇംഗ്ലീഷ്, ഹിന്ദി, ഉറുദു, അറബിക്ക്. പിന്നെ മാത്ത് ടീച്ചറെ വേണം, ഹോം റൂം ടീച്ചറെ, കമ്പ്യൂട്ടർ ടീച്ചറെ, PE ടീച്ചറെ. ഇത്രയും ടീച്ചേഴ്സിനെ വേണം. അവർ B.Edഉം കാര്യമൊന്നും വേണ്ട നിങ്ങൾക്ക്. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഒരു ഡിഗ്രി ഉള്ള ആർക്കും അപ്ലൈ ചെയ്യാം. നിങ്ങൾക്കറിയാലോ, സൗദി അറേബ്യയിൽ വർക്ക് ചെയ്യണമെങ്കിൽ ഡിഗ്രി മസ്റ്റാണ്. ഡിഗ്രി ഇല്ലാത്തവർക്ക് അല്ലെങ്കിൽ ഫൈനൽ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കൊന്നും ഇതിലേക്ക് അപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റില്ല. പിന്നെ അവർ പറയുന്നത് CTET, STET, അതായത് ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് ഉള്ളവർക്ക് പ്രിഫറൻസ് കിട്ടും. അതുപോലെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും പ്രിഫറൻസ് കിട്ടുമെന്ന് പറയുന്നുണ്ട് പ്രത്യേകം. പിന്നെ അടുത്തത് KG സെക്ഷനിലേക്കാണ്. 5th കാറ്റഗറി KG സെക്ഷനിലേക്ക് ഹോം റൂം ടീച്ചർ, അതായത് ക്ലാസ് ടീച്ചറാണ്. ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്, മോണ്ടിസോറി, അസിസ്റ്റൻറ്റ്, ഇത്രയും പോസ്റ്റുകളിലേക്കാണ് ടീച്ചർ വേണ്ടത്. അവർക്കും ഇനി വെറും മോണ്ടിസോറി കഴിഞ്ഞവർ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റില്ല. എന്താണ് പറയുന്നത്, ഗ്രാജുവേഷൻ ഇൻ എനി സബ്ജക്റ്റ് വിത്ത് ഡിപ്ലോമ, സർട്ടിഫിക്കറ്റ് ഇൻ നേഴ്സറി ഓർ മോണ്ടിസോറി ഓർ എലിമെൻ്ററി എഡ്യൂക്കേഷൻ, എന്തൊക്കെ നിങ്ങൾക്ക് TTC ഇങ്ങനെയുള്ള എന്ത് സംഭവം ഉണ്ടെങ്കിലും കൂടെ നിങ്ങൾക്ക് ഡിഗ്രി വേണം. അത് സൗദി അറേബ്യൻ്റെ റൂളാണ്. ഇത് ഇന്ത്യൻ എംബസി സ്കൂളല്ല, ഇതും പ്രൈവറ്റ് സ്കൂളാണ്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്കൊരു ഡിഗ്രി അതിൻ്റെ കൂടെ ഈ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഒന്നും കൂടെ നിങ്ങൾ പ്രിഫേർഡ് ആയിരിക്കും. പിന്നെ അതുപോലെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പ്രിഫറൻസ് ഒന്നും കൂടെ ഉണ്ട്. എക്സ്പീരിയൻസ് അവർ ചോദിക്കുന്നില്ല. അടുത്തത് സ്പെഷ്യൽ കെയർ സെൻറ്റർ 6th കാറ്റഗറിയാണ്. സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ, വൊക്കേഷണൽ ഇൻസ്ട്രക്ടർ, അതായത് സ്കിൽ ബേസ്ഡ് എഡ്യൂക്കേഷൻ കൊടുക്കാൻ. സ്കൂൾ കൗൺസിലറെ വേണം. അതിൽ അവർ ചോദിക്കുന്നത് ഡിഗ്രിയാണ്. ഈ സബ്ജക്റ്റിൽ നിങ്ങൾ സ്കൂൾ കൗൺസിലർ ആണെങ്കിൽ സൈക്കോളജിയിൽ ഏതാണോ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ആണെങ്കിൽ അതിൽ ഒരു ഡിഗ്രി ഉള്ളത്.
അതിൻ്റെ സ്പെഷ്യലൈസേഷൻ എടുത്തവർക്ക് അല്ലെങ്കിൽ സൈക്കോളജി കഴിഞ്ഞവർക്ക് 2 വർഷത്തെ എക്സ്പീരിയൻസും. കാര്യം ക്ലിയർ ആണല്ലോ. പിന്നെ അവർ പറയുന്നത് കമ്പ്യൂട്ടർ അറിയുന്നവർക്കും അതുപോലെ ഇംഗ്ലീഷിൽ നന്നായിട്ട് പഠിപ്പിക്കാൻ അറിയുന്നവർക്കുമാണ് കൂടുതൽ പ്രിഫറൻസ് അവർ കൊടുക്കുന്നത്. പിന്നെ പ്രത്യേകം അവർ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞിരിക്കുന്നത് ഇവിടെ വിസിറ്റ് വിസ വിൽ നോട്ട് ബി കൺസിഡേർഡ്. കാൻഡിഡേറ്റ്സ് ഓൺ വിസിറ്റ് വിസ നോ നീഡ് ടു അപ്ലൈ. ഓക്കെ, ഈ പോസ്റ്റ് വന്നിരിക്കുന്നത് ഇന്നലെയാണ്, അതായത് മാർച്ച് 11 വന്നിട്ടുള്ള പോസ്റ്റാണ്. ഇനി നമുക്ക് എന്നാണ് ലാസ്റ്റ് ഡേറ്റ്, എന്തൊക്കെയാണ് സംഭവം ചെയ്യേണ്ടത് എന്നുള്ളതും കൂടെ ഞാൻ പറഞ്ഞിട്ട് വീഡിയോ സ്റ്റോപ്പ് ചെയ്യാം. ഇത് നിങ്ങൾ ഈ താഴെ കൊടുത്ത എല്ലാ സംഭവങ്ങളും ഒരു സിംഗിൾ PDF ഫയലായിട്ടാണ് നിങ്ങൾ സെൻഡ് ചെയ്യേണ്ടത്. നിങ്ങളുടെ ഒരു അപ്ഡേറ്റഡ് CV, പിന്നെ നിങ്ങളുടെ ഒരു ഇക്കാമൻ്റെ ഒരു ഫോട്ടോ കോപ്പി, ഇക്കാമയുടെ ഒരു കോപ്പി, ക്ലിയർ കോപ്പി വേണം. പിന്നെ നിങ്ങളെ എഡ്യൂക്കേഷണൽ ഡിഗ്രി, അതായത് നിങ്ങളിപ്പോൾ ഓരോ പോസ്റ്റിലേക്കും PG ആണോ അതോ ഡിഗ്രി ആണോ വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ PG ഉള്ളവരാണെങ്കിൽ PGയുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റും അതിൻ്റെ ഫൈനൽ കൺസോളിഡേറ്റ് ഒന്നിച്ചുള്ള മാർക്ക് ഷീറ്റിലെ ആ കൺസോളിഡേറ്റഡ് മാർക്ക് ഷീറ്റിൻ്റെ ഒരു കോപ്പി, പിന്നെ എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ എക്സ്പീരിയൻസ് ലെറ്ററിൻ്റെ കോപ്പി, CV, ഇക്കാമ കോപ്പി, മാർക്ക് ലിസ്റ്റും സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ എക്സ്പീരിയൻസിൻ്റെ സർട്ടിഫിക്കറ്റ്, എല്ലാം കൂടെ നിങ്ങൾ ഒരു PDF ഫയലാക്കുക. അപ്പോൾ PDF ഫയൽ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക, ഫസ്റ്റ് CV, അതിൻ്റെ താഴെ നിങ്ങളുടെ ഇക്കാമ കോപ്പി, അതിൻ്റെ താഴെ നിങ്ങളുടെ എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, ഏറ്റവും താഴെ നിങ്ങൾ കൊടുക്കേണ്ടത് എക്സ്പീരിയൻസ് ലെറ്റർ ഉണ്ടെങ്കിൽ അതിൻ്റെ കോപ്പി, എല്ലാം കൂടെ ഒരു PDF ആക്കുക. ഇനിയും ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് PDF ചെയ്യാൻ അറിയാത്തവർ ക്യാം സ്കാനർ ഉപയോഗിച്ചിട്ട് എങ്ങനെ PDF ചെയ്യണം എന്നുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. അത് വെച്ചിട്ട് നിങ്ങളിങ്ങനെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി എന്ന് പറഞ്ഞാൽ നിങ്ങൾ മൊബൈലിൽ ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾക്ക് ക്യാം സ്കാനറിൽ PDF ഫയൽ ഉണ്ടാക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം ക്ലിയർ ആണല്ലോ. അതൊരു സിംഗിൾ ഫയലായിട്ട് അയക്കേണ്ട ഇമെയിൽ ID ഇത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. jobs@iipsr.edu.sa അതിലേക്ക് നിങ്ങൾ ഈ CV ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. ലാസ്റ്റ് ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ മാർച്ച് 18, 2024 മാർച്ച് 18 വരെ നിങ്ങൾക്ക് ടൈമുണ്ട്. അതായത് 1 more വീക്ക് ഉണ്ട്. ഇന്ന് 12 അല്ലേ, അപ്പോൾ ഒരു 6 days കൂടെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാമല്ലേ ഇതുണ്ട്. പ്രത്യേകം അവർ പറയുന്നുണ്ട്, ഇന്ത്യൻ കാൻഡിഡേറ്റ്സ് വിത്ത് വാലിഡ് ഇക്കാമ ആൻഡ് റെലവൻറ്റ് എക്സ്പീരിയൻസ് ക്യാൻ അപ്ലൈ. ഇന്ത്യൻ കാൻഡിഡേറ്റ് ആവണം, ഇക്കാമ ഉള്ളവരാവണം എന്നൊന്നും കൂടെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അവർ പറയുന്നുണ്ട് ടീച്ചിങ് പൊസിഷൻ, അതായത് PE സൈക്കോളജി കൗൺസിലർ ഒന്നുമല്ല, ടീച്ചിങ് ആയിട്ടുള്ള പൊസിഷനിലേക്ക് ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും, അതുപോലെ ടെസ്റ്റ് ഉണ്ടായിരിക്കും, സബ്ജക്റ്റ് ടെസ്റ്റ് ഉണ്ടായിരിക്കും, പിന്നെ പേഴ്സണൽ ഇൻ്റർവ്യൂ, ഇത് രണ്ടും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യം ക്ലിയർ ആണല്ലോ. വിസിറ്റ് വിസക്കാർ അപ്ലിക്കേഷൻ കൊടുക്കണ്ട, വിസ ഉള്ളവർ മാത്രം അപ്ലിക്കേഷൻ കൊടുക്കുക. മെയിൽ ആൻഡ് ഫീമെയിൽ ടീച്ചേഴ്സിനാണ്. അതുകൊണ്ട് ജോബ് വിസയിലൊക്കെ വന്നിട്ട് ജോബ് സെർച്ച് ചെയ്യുന്ന മെയിൽ ആയിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ അപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും. പിന്നെ ഡിഗ്രിയും BEdും ആണ് ചോദിക്കുന്നത്. എക്സ്പീരിയൻസ് പ്രിഫറബിൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പം നിങ്ങൾക്ക് BEd ഇല്ല, എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആപ്ലിക്കേഷൻ കൊടുത്തു നോക്കൂ. പിന്നെ ഇനിയിപ്പം നിങ്ങൾക്ക് BEdും എക്സ്പീരിയൻസും ഇല്ലെങ്കിൽ പോലും ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഫോർവേഡ് ചെയ്ത് കൊടുത്തു നോക്കും. അവർക്ക് നല്ലൊരു കാൻഡിഡേറ്റ് സബ്ജക്റ്റിൽ കിട്ടിയില്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങളായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഇന്ന് തന്നെ നിങ്ങളത്തെ എല്ലാം റെഡി ആയിട്ടുള്ളവരാണെങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുത്ത് സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. ബൈ ബൈ.